വാർത്തകൾ വായിക്കുന്നത് അനുജി. കേന്ദ്ര സംസ്ഥാന സാഹിത്യ അക്കാദമി അവാർഡുകൾ ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങൾ കരസ്ഥമാക്കിയ കവി NK ദേശത്തിന്റെ പുസ്തക ശേഖരത്തിന്റെ ഒരു ഭാഗം അങ്കമാലി നഗരസഭയുടെ വായനശാലയ്ക്ക് കൈമാറി. കവിയുടെ പത്നി ലീലാവതിയിൽ നിന്നും നഗരസഭാ ചെയർമാൻ മാത്യു തോമസ് കവിയുടെ ഭവനത്തിൽ വെച്ച് പുസ്തക ശേഖരം ഏറ്റുവാങ്ങി. NK ദേശം തന്റെ വിശ്രമ ജീവിതം ചെലവഴിച്ചത് അങ്കമാലി നഗരസഭ പരിധിയിൽ വരുന്ന കോതകുളങ്ങര എന്ന പ്രദേശത്താണ്. നഗരസഭാ വായനശാലയിൽ NK ദേശത്തിന്റെ പുസ്തക ശേഖരം വായനക്കാർക്ക് പരിചയപ്പെടുത്തുന്നതിനായി പ്രത്യേക ബ്ലോക്ക് ഏർപ്പെടുത്തുമെന്നും കവിയുടെ സ്മരണ നിലനിർത്തുവാൻ ഉതകും വിധമുള്ള സാഹിത്യ സംവാദങ്ങൾ സംഘടിപ്പിക്കുമെന്നും കവിയുടെ ചിത്രം സ്ഥാപിക്കുമെന്നും ചെയർമാൻ അറിയിച്ചു. എന്തായാലും അദ്ദേഹത്തിന്റെ ഈ ശേഖരത്തിൽ നല്ലൊരു പങ്ക് നാട്ടുകാർക്കെല്ലാം രണ്ടുപേരും വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും റെഫർ ചെയ്യുന്നതിന് അപ്പോൾ അതൊക്കെയാണ് അത് ഏറ്റവും വലിയ കാര്യം. കവിയുടെ സ്മരണയ്ക്കായി വീട്ടിൽ സൂക്ഷിച്ചിട്ടുള്ള പുസ്തക ശേഖരത്തിന്റെ ബാക്കി ഭാഗം പൊതുസമൂഹത്തിന് ഉപയോഗപ്പെടുത്തുന്നതിന് അനുയോജ്യമായ എല്ലാ നടപടികളും പൂർണ്ണമായും സഹകരിക്കുമെന്ന് കവിയുടെ പത്നി അറിയിച്ചു. കൈമാറ്റ ചടങ്ങിൽ നഗരസഭ ഡെപ്യൂട്ടി ചെയർപേഴ്സൺ സിനി ടീച്ചർ, വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ TY ഏലിയാസ്, ജില്ലാ ആസൂത്രണ സമിതി അംഗം റീത്ത പോൾ, BJP പാർലമെന്ററി ലീഡർ AV രഘു, കൗൺസിലർമാരായ സാജു നെടുങ്ങാടൻ, PN ജോഷി, കൗൺസിലറും കവിയുടെ ബന്ധുമായ സന്ദീപ് ശങ്കർ, മനോജ് N, വിജയകുമാർ, അനിൽ നാരായണൻ, നഗരസഭാ ലൈബ്രറിയൻ സേതു മാധവൻ എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. ചേച്ചിക്കും അതുപോലെ എടുത്താനുള്ള സമയവും ലൈബ്രറിയും ഇതിന്റെ എല്ലാ പ്രവർത്തിച്ച എല്ലാവർക്കും വളരെ സ്നേഹത്തോടുകൂടി എല്ലാവരും ആശംസിക്കുന്നു. കുറച്ചാളെ തുടങ്ങിയതിനു ശേഷം നമ്മൾ മാറിപ്പോയാൽ തുടരാൻ സാധിച്ചില്ല. തീർച്ചയായിട്ടും ഇവിടെ സന്തോഷം. ഭാവി പുസ്തകം പറയും. അങ്ങനെ വന്ന് ഒരു 16 വയസ്സ് പ്രായത്തിൽ വന്നിട്ടായിരുന്നു. പിന്നീട് എന്റെ നാടായ കാഞ്ഞൂർ ശ്രീമനാരായണ ഭാഗത്ത് എന്ത് സാഹിത്യ പരിപാടി ഉണ്ടെങ്കിലും പ്രത്യേകിച്ച് കമ്പനി ട്രസ്റ്റുമായി ബന്ധപ്പെട്ട പരിപാടികളിൽ വിശ്വാസ റെക്കോർഡിൽ സാറൊക്കെ വരുമ്പോൾ ദേശസാറാണ് അതിന്റെ സെക്രട്ടറി ആയിട്ട്. അപ്പോൾ അതിന്റെ സംഘാടനത്തിൽ അദ്ദേഹത്തിന്റെ ഇടപെടാനും പ്രവർത്തിക്കാനും VT സ്മാരക ട്രസ്റ്റ് രൂപീകരിച്ച് CSI എഞ്ചിനീയേഴ്സ് പ്രവർത്തിച്ചാർക്ക് പുറക്കാൻ അദ്ദേഹം അതിന്റെ സെക്രട്ടറി ആയിരുന്നു. അപ്പൊ മെമ്പർഷിപ്പ് ചേർക്കാൻ അദ്ദേഹത്തോടൊപ്പം കറങ്ങി നടക്കാനും അങ്ങനെ ദേശസാറ്
ഗുരുവാണ്, ജ്യേഷ്ഠനാണ്. എല്ലാ നിലയ്ക്കും വളരെ അദ്ദേഹത്തിന് ഇടയ്ക്കൊക്കെ വിലപ്പെട്ട ചില പുസ്തകങ്ങൾ ആരെങ്കിലും കൊടുക്കുമ്പോൾ അന്ന് കണ്ടുവെക്കുന്നത് തന്നെയാണെങ്കിൽ അതെനിക്ക് തരാറുണ്ട്. അങ്ങനെ വീട്ടിൽ കുറച്ച് പുസ്തകം സാറ് പറഞ്ഞത് ഉണ്ട്. പിന്നെ അദ്ദേഹം ഇവിടെ വന്നതിന് ശേഷം അതുപോലെ ദേശത്ത് വീട്ടിലൊക്കെ ഞാനൊരു മാസത്തിലൊരിക്കലും സന്ദർശിച്ചാൽ ദേശത്ത് അത്രയും പോകാറില്ല. ഇവിടെ വന്നപ്പോൾ അങ്ങനെ വന്ന് കാണാനും ഒക്കെ നമ്മുടെ കവി അതുപോലെ തന്നെ സാഹിത്യകാരനുമായ കൃഷ്ണപിള്ളയുടെ ഗീതാഞ്ജലി എന്നുള്ള നിവർത്തന ഒരു ഭാഷ ഞാൻ വായിച്ചിട്ടുണ്ട്. അതിൽ ഗുരുവിന്റെ ദർശനം, ഗുരു എങ്ങനെയായിരിക്കണം, ഗുരുവിനെ എങ്ങനെയാണ് നമ്മൾ ഗുരുവേണ്ടത് എന്നുള്ളത് വളരെ എന്താ പറയുക, ആ തനിമ ഒട്ടും ബംഗാളിൽ ഇത് ചെയ്തത് വളരെ എന്താ പറയുക, ഒട്ടും തനിമ നഷ്ടപ്പെടുത്താതെ തന്നെ അതിന് വിമർശനം ചെയ്യുവാനായിട്ട് ദേശം എന്നുള്ള സാഹിത്യകാരനും കവിക്കുമൊക്കെ സാധിച്ചു. അതുകൊണ്ട് നമുക്കൊക്കെ അത് വായിക്കുവാനും സാധിച്ചു. മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം.